പാക് സൈന്യത്തിന്റെ പിടിയിലായ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറരുതെന്ന ഹർജി ഇസ്ലാമാബാദ് ഹൈക്കോടതി തള്ളി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അഭിനന്ദനെ ജയിലിലടച്ച് വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്ലാമാബാദ് സ്വദേശിയാണ് ഹർജി നൽകിയത്. ഇന്ത്യൻ അതിർത്തി കടന്നെത്തി ബോംബിട്ടതിനാൽ പാകിസ്ഥാനെതിരെ യുദ്ധമാണ് അഭിനന്ദൻ നടത്തിയത്. അതിനാൽ വിംഗ് കമാൻഡറെ വിട്ടു നൽകാനുള്ള പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹർജിക്കാരനെ കേൾക്കാൻ പോലും തയ്യാറാകാതെ കോടതി പരാതി തള്ളുകയായിരുന്നു. ജനീവ കരാർ പ്രകാരം ആക്രമണത്തിനിടെ അതിർത്തിക്കപ്പുറത്ത് അകപ്പെട്ടു പോകുന്ന സൈനികരെ അവരുടെ രാജ്യത്തിന് കൈമാറണമെന്നാണ് വ്യവസ്ഥ. അതിനാലാണ് കോടതി ഹർജി പരിഗണിക്കാതിരുന്നത്. അതേസമയം പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുമായുള്ള നയതന്ത്രം വഷളായത് പരിഹരിക്കാനുള്ള ആദ്യ ചുവടുവയ്പ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ അഭിനന്ദനെ മോചിപ്പിക്കുന്നത്. പാക് നടപടിയെ ഐക്യരാഷ്ട്രസഭയും മറ്റ് ലോകരാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്തു. തീവ്രവാദത്തിന്റെ ഈറ്റില്ലമെന്ന ദുഷ്പേര് മാറ്റാനുള്ള തത്രപ്പാടിൽ ഉയർന്ന പാകിസ്ഥാന് വലിയ ആശ്വാസമാണ് അഭിനന്ദന്റെ മോചനവും ഐക്യരാഷ്ട്രസഭയുടെ പ്രശംസയും. ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തരുതെന്ന അമേരിക്ക ഉൾപ്പെടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടെയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒലിവ് ചില്ലയുമായി രംഗത്തെത്തിയത്. മാത്രമല്ല, അഭിനന്ദനെ വിട്ടുകൊടുക്കണമെന്ന് പാകിസ്ഥാനി എഴുത്തുകാരിയായ ഫാത്തിമ പൂട്ടോ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധം ഒഴിവാക്കണമെന്നും സമാധാനം നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട നിരവധി സന്നദ്ധ പ്രവർത്തകർ പാകിസ്ഥാനിൽ പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. നോ വാർ, വാർ, ലവ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി ഗായകർ ഉൾപ്പെടെ തെരുവിലിറങ്ങിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ താമസിക്കുന്നവർ അക്രമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം മാത്രം 3000 തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അഭിനന്ദനെ മോചിപ്പിച്ചതടക്കമുള്ള സമാധാന നീക്കങ്ങളുമായി പാക് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അവരുടെ സൈന്യം ആക്രമണം തുടരുകയാണ്. വെള്ളിയാഴ്ച രാവിലെ കാശ്മീരിലെ ഉറിയിൽ പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ പ്രദേശവാസിയടക്കം 7 പേർക്ക് പരിക്കുപറ്റി. ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ മുഖ്യാതിഥിയാക്കരുതെന്ന പാകിസ്ഥാന്റെ ആവശ്യം അവർ നിരസിച്ചതും പാകിസ്ഥാന് തിരിച്ചടിയായി. പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പ്രതിനിധിയെ അയക്കുകയും ചെയ്തു. ഇന്ത്യക്ക് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലെന്നും കാശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ പുൽവാമ ആക്രമണം പാക് സർക്കാരിന്റെ അറിവോടെയാണെന്ന വിവരം ഇന്ത്യ കൈമാറിയിട്ടുണ്ടെങ്കിലും തെളിവുകൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.